ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയെപ്പറ്റി നമ്മൾ ഒരിക്കൽ കൂടെ ധ്യാനിക്കുകയാണ്. ഞാനൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ദൈവപിതാവ് പരിശുദ്ധ അമ്മയെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നത് അഥവാ കൂട്ടിക്കൊണ്ടുവരുന്നത് സ്വർഗത്തിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. സ്വർഗത്തിൻ്റെ പദ്ധതി പരിശുദ്ധ അമ്മയിലൂടെ ആ പ്രദേശത്ത് നിറവേറുവാൻ സ്വർഗം ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂർദ് മാതാവിനെ പറ്റിയാണ്. ലൂർദ് എന്ന ഒരു കൊച്ചു ഗ്രാമം, അവിടെ പരിശുദ്ധ അമ്മ 1858 പ്രത്യക്ഷപ്പെട്ടത് മുതൽ ആ കുഗ്രാമം ഒരു വലിയ നഗരമായി മാറുവാൻ ഇടയായി എന്ന് മാത്രമല്ല, ആ കുഗ്രാമത്തിൽ ലോകത്തിൻ്റെ തലസ്ഥാനം എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിൽ നിന്നും അവിടെ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിന് വേണ്ടി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത്. അതായത് ഒരു വർഷം ശരാശരി 40 ലക്ഷത്തോളം ആളുകളാണ് കടന്നു വരുന്നത്. 40 ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം കടന്നു വരിക എന്നത് നിസ്സാര കാര്യമാണോ? പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും ആസ്വദിക്കാനുമായി ഒരു വർഷം 40 ലക്ഷത്തിൽ പരം ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് തിരിച്ചറിയണം. എന്നാൽ 1.5 ലക്ഷത്തോളം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിനിടെ വർഷം തോറും 1.5 ലക്ഷത്തോളം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന ഒരിടം. കേവലം 14 വയസ്സ് മാത്രം പ്രായമുള്ള ബെർണലീത്ത എന്ന് പറയുന്ന ഒരു യുവതി എന്ന് പറയാം, ഒരു ബാലികയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അന്ന് മുതൽ തുടങ്ങിയ ഈ ഒരു അഭിഷേകം വളരെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാകുകയാണ് ചെയ്തത്. അവിടത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ആ നീരുറവയിൽ നിന്ന് ഒഴുകുന്ന ജലം കുടിക്കുന്നവരിലേക്ക് സൗഖ്യം, അവിടെ കുളിക്കുന്നവരിലേക്ക് സൗഖ്യം, അവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് സൗഖ്യം, അവിടെ നടക്കുന്ന തിരികളേന്തി നടക്കുന്ന ദീപികാരൻ്റെ പ്രദർശനത്തിലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ, അവിടെ സൗഖ്യം എന്തു വേണ്ട, സൗഖ്യത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പൂർണ്ണമായ ഒരിടമായി അവിടെ മാറുകയാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യരവിടെ എത്തിച്ചേരുന്ന ആ സ്ഥലത്ത് സൗഖ്യത്തിന് വേണ്ടി ദൈവം സ്വർഗം തുറന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വഴികളാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഏതെല്ലാം വിധത്തിലൊക്കെ ഈ മധ്യസ്ഥരി പ്രാർത്ഥിക്കുക, ജപമാലയിൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ഒഴുകിയെത്തുകയാണ്. സൗഖ്യത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവിടേക്ക് ഒഴുകിയെത്തുകയാണ്. വിടുതലുണ്ടാകുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പറഞ്ഞത്. ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് പാപം പെരുകിയാൽ, അവിടെ തിന്മ അവിടെ ഉണ്ടായാൽ, പാപം പെരുകിയാൽ ആ പ്രദേശം, ഇടവക, കുടുംബം, ദേശം എവിടെയായിക്കോട്ടെ അത് നശിച്ചു പോകും. പാപം പെരുകുന്ന ദേശത്ത് ഒന്ന് ചിന്തിച്ച് നോക്കണം. മ്ലേച്ഛത പെരുകുന്ന ദേശത്ത് നല്ല ആളുകളൊക്കെ അവിടെ നിന്ന് മാറും. പിന്നെ അത് പാപികളുടെ ഒരു കൂമ്പാരം, നരകമായി മാറും. ഓരോ പ്രദേശത്ത് നോക്കാം, പാപാവസ്ഥയിൽ അവിഹിതമായി പണം സമ്പാദിക്കുന്നവർ, പാപപ്രവർത്തനം ചെയ്യുന്നവർ, പ്രമാണകൽപ്പന ലംഘിക്കുന്നവർ, പണം ഉണ്ടാക്കാൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കുന്നവർ, അങ്ങനെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും മത്സരത്തിൻ്റെയും ഒറ്റിൻ്റെയും ചതിയുടെയും വഞ്ചനയുടെയും കൊലപാതകത്തിൻ്റെയും മേഖലയിലൊക്കെ സഞ്ചരിക്കുന്നവർ, ആ പ്രദേശം ഒരു നാശക്കൂമ്പാരമായി മാറും. എന്നാൽ അത് തിരിച്ച് അനുദപിച്ച് യേശുവിൻ്റെ വഴികളിലേക്ക്, രക്ഷയുടെ വഴികളിലേക്ക് നടന്നാൽ, ഇത് പരിശുദ്ധ അമ്മ പറയുന്നത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആ പാപികൾക്ക് മാനസാന്തരവും ആത്മരക്ഷയും ഉണ്ടാകും. വചനം പറയുന്നത് എന്താണ്? നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട എന്താണ് പ്രയോജനം? ആത്മാവിന് പകരമായി മറ്റൊന്നും നൽകാനില്ല. അതുകൊണ്ട് ആത്മരക്ഷയ്ക്ക് വേണ്ടി ഉതകുന്ന ഫലം പുറപ്പെടുവിക്കാൻ നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നമ്മൾ ഏറ്റെടുത്ത് അനുദപിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് ഈ വിടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിലെല്ലാം അമ്മ പറയുന്നത് ജപമാല ചൊല്ലി പാപികളുടെ മാനസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ.
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ജപമാലയിൽ മറിഞ്ഞിരിക്കുന്ന സ്വർഗത്തിൻ്റെ സൗഖ്യം നമുക്ക് വളരെ പെട്ടെന്നാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ആർക്കൊക്കെ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നോ ആ മേഖലയിലൊക്കെയും വിടുതൽ നമുക്കും, ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവർക്ക് ആത്മാവിൻ്റെ അഭിഷേകവും സമൃദ്ധിയും കിട്ടും. അതുകൊണ്ട് നമുക്കും ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും അനുഗ്രഹം പ്രാപിക്കാൻ സ്വർഗമൊരുക്കുകയും വഴിയോടെ വേറെ പോസിറ്റീവായിട്ട് നമുക്കും സഹകരിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.